ഹലോ എവ്രിബഡി, വെൽക്കം ടു മൈ ഷോർട്ട് വ്ളോഗ്. ഞങ്ങൾ മൂന്നുപേരും കൂടെ എങ്ങോട്ടേക്കാണ് പോകുന്നതെന്നല്ലേ? വി ആർ ഹെഡിങ് ടു എ ക്രിസ്മസ് മാർക്കറ്റ്. നമുക്ക് നാട്ടിലുണ്ടാകുമ്പം കുറേ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങൾ ഉണ്ടാവില്ലേ? അതിലൊരു കുട്ടി ആഗ്രഹമായിരുന്നു പുറത്ത് ഏതെങ്കിലും ഒരു രാജ്യത്തെ ഒരു ക്രിസ്മസ് മാർക്കറ്റ് എക്സ്പീരിയൻസ് ചെയ്യണം എന്നുള്ളത്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആകെ പോയിട്ടുള്ള ഒരു ക്രിസ്മസ് മാർക്കറ്റ് നമ്മുടെ കൊച്ചിയിലെ ബ്രോഡ്വേയിലുള്ള മേത്തർ ബസാറാണ്. മേത്തർ ബസാർ ഒരു ക്രിസ്മസ് മാർക്കറ്റ് എന്ന് പറയാൻ പറ്റില്ല, ഇറ്റ്സ് എ ഷോപ്പിംഗ് മാർക്കറ്റ്. ക്രിസ്മസ് ഗുഡീസ് ഒക്കെ കിട്ടുന്ന, നമ്മൾ ക്രിസ്മസ് ഡെക്കറിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ മേടിക്കാൻ പോകുന്ന ഒരു ഷോപ്പിംഗ് മാർക്കറ്റ്. അപ്പോൾ ഷോപ്പിംഗ് എന്നുള്ളൊരു ഒറ്റ ചിന്തയിലാണല്ലോ നമ്മൾ മേത്തർ ബസാറിലേക്ക് പോകുന്നത്. അങ്ങനെ കഴിഞ്ഞൊരു 5-6 വർഷമായി മേത്തർ ബസാറിൽ കുറച്ചധികം കറങ്ങി തിരിഞ്ഞ ആളാണ് ഞാൻ. ആൻഡ് ഇപ്പം ഞാൻ UK ഒരു ക്രിസ്മസ് മാർക്കറ്റിലേക്കാണ് പോകുന്നത്. നമ്മളിപ്പോൾ UK ഷിഫ്റ്റ് ചെയ്തിട്ടുള്ള ഫസ്റ്റ് ക്രിസ്മസ് ആണ് സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്നത്. ഓഫ് കോഴ്സ് ഡിസംബറിലാകുമ്പോൾ സ്വാഭാവികമായിട്ട്, ഡിസംബർ അല്ല, ഒരു നവംബർ മിഡ് തൊട്ട് തന്നെ ക്രിസ്മസ് വൈബ്സിലേക്കൊക്കെ നമ്മൾ എത്തിത്തുടങ്ങും. ക്രിസ്മസ് മാർക്കറ്റുകളൊക്കെ ഓപ്പൺ ആവും. ആൻഡ് ഫൈനലി ഞങ്ങൾ ഒരുമിച്ചൊരു ഓഫൊക്കെ ഒപ്പിച്ചെടുത്ത് ഒരു ക്രിസ്മസ് മാർക്കറ്റ് വിസിറ്റ് ചെയ്യാൻ പോവാണ്. രാവിലെ കുറച്ച് നേരത്തെ എണീക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നെങ്കിലും ആസ് യൂഷ്വൽ അതൊന്നും നടക്കാതിരുന്നത് കൊണ്ട് നമ്മളൊരു 9 o'clock കൂടിയിട്ട് ഏകദേശം വീട്ടിൽ നിന്ന് ഇറങ്ങി. ആൻഡ് ഞങ്ങളിടയ്ക്ക് ഒരു ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് നിർത്തി കാപ്പി കുടിച്ചു. കുറച്ച് അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ എടുത്ത് വയറ്റിലാക്കിയിട്ട് വി ആർ നൗ ഹെഡിങ് ടു എങ്ങോട്ടാണെന്നല്ലേ? ബർമിംഗമിലുള്ള ഫ്രാങ്ക്ഫർട്ട് ക്രിസ്മസ് മാർക്കറ്റ് വിസിറ്റ് ചെയ്യാനാണ് ഞങ്ങൾ മൂന്നുപേരും കൂടെ പോകുന്നത്. വൈ ദിസ് മാർക്കറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ വിൽ സേ അങ്ങനെ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. ഇനിഷ്യലി നമ്മൾ പ്ലാൻ ചെയ്തിരുന്നത് മാഞ്ചസ്റ്റർ ക്രിസ്മസ് മാർക്കറ്റ് വിസിറ്റ് ചെയ്യാമെന്നായിരുന്നു. ബിക്കോസ് UK ഏറ്റവും ബിഗ്ഗസ്റ്റ് ക്രിസ്മസ് മാർക്കറ്റ് മാഞ്ചസ്റ്റർ ആണെന്നാണ്, ഐ എം നോട്ട് ഷുവർ അബൌട്ട് ഇറ്റ്, ബട്ട് ദെൻ അങ്ങനെയാണ് ഞാൻ വായിച്ചത്. അതുകൊണ്ട് അവിടെ പോകാമെന്ന് ഞങ്ങളൊരു പ്ലാൻ ഇട്ടിരുന്നു. പക്ഷേ നോർവിച്ച് ടു മാഞ്ചസ്റ്റർ ബൈ റോഡ് 1 way ഒരു 5.5 hour ജേർണി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരു സ്റ്റോപ്പ് എടുക്കാതെ പോയാൽ പോലും 11 മണിക്കൂർ നമ്മൾ ദിവസം ഇങ്ങനെ ഇതിനു വേണ്ടി ചിലവഴിച്ച് കഴിഞ്ഞാൽ തലേ ദിവസം പിറ്റേ ദിവസമൊക്കെ നമുക്ക് ഡ്യൂട്ടിക്ക് പോകണമല്ലോ. സോ ആ പ്ലാൻ ഞങ്ങൾ ഉപേക്ഷിച്ചു. ഈ ബർമിംഗം തന്നെ നമുക്കൊരു 2.5 hour 3 hour മാക്സിമം ജേർണിയേ വരുന്നുള്ളൂ. അതിനിടയിൽ ബോറടിക്കാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ എന്തൊക്കെയായി കാട്ടിക്കൂട്ടുന്നതെന്ന് അറിയാമോ? പക്ഷെ കഥയൊക്കെ പറഞ്ഞിരുന്നതുകൊണ്ട് വലിയ മടുപ്പൊന്നും ഇല്ലാണ്ട് അങ്ങ് ട്രാവൽ ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ. പിന്നെ നല്ല അടിപൊളി ഒരു സണ്ണി ഡേ ആയിരുന്നു. ഇന്ന് വേണ്ടത് വിന്റർ വൈബ് ആണെങ്കിലും കിട്ടിയ സണ്ണിനെ വെച്ചിട്ട് നമ്മളങ്ങ് സെർച്ച് ചെയ്യാം. സോ ബാക്ക് ടു ബർമിംഗം ആൻഡ് ഫ്രാങ്ക്ഫർട്ട്. ഈ 2 സിറ്റീസും നമുക്ക് വേണമെങ്കിൽ ട്വിൻസ് എന്നൊക്കെ പറയാം കേട്ടോ. കാരണം ഇവർ തമ്മിലൊരു ട്വിന്നിങ് എഗ്രിമെൻ്റ് ഉണ്ട്. അതിൻ്റെ ഒരു എയിം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഒരു ഇക്കണോമിക്, എഡ്യൂക്കേഷണൽ, കൾച്ചറൽ എക്സ്ചേഞ്ച് ഒക്കെ തന്നെയാണ്. എനിക്ക് തോന്നുന്നു ഈ ഒരു ജർമ്മൻ ക്രിസ്മസ് മാർക്കറ്റ് ബർമിംഗമിൽ വരാനുള്ളൊരു റീസണും ഒക്കെ ഈ ഒരു ട്വിന്നിങ് എഗ്രിമെൻ്റ് ഒക്കെ തന്നെയായിരിക്കും. പിന്നെ ബർമിംഗമിൽ അത്യാവശ്യം നല്ല ജർമ്മൻ പോപ്പുലേഷൻ ഉണ്ട്. സോ ഓഫ് കോഴ്സ് ഇങ്ങനെ ഒരു മാർക്കറ്റ് വന്നു കഴിഞ്ഞാൽ അതിവിടെ ഹിറ്റ് ആകുമല്ലോ. അങ്ങനെ വി ഹാവ് ടച്ച് ഡൗൺ ടു ബർമിംഗം. ഇവിടെ അത്യാവശ്യം നല്ല ട്രാഫിക് ഒക്കെ കിട്ടിട്ടോ. ബട്ട് ദെൻ ഇറ്റ് വാസ് നൈസ്. കാരണം നമ്മൾ വന്നൊരു സാറ്റർഡേ ആയിരുന്നു. അത്യാവശ്യം വീക്കെൻഡ് ആകുമ്പോൾ സ്വാഭാവികമായിട്ട് ട്രാഫിക് ഒക്കെ ഉണ്ടാവും. പിന്നെ ക്രിസ്മസ് മാർക്കറ്റ് ഒക്കെ ഭയങ്കര ആളും ബഹളവും ഒക്കെ ഉള്ളപ്പോൾ പോകുന്നതാണല്ലോ കുറച്ചും കൂടെ ഒരു രസം. അതുകൊണ്ട് തന്നെ ഈ ഒരു വീക്കെൻഡ് മാർക്കറ്റ് വിസിറ്റ് വാസ് ദ ബെസ്റ്റ് ഐഡിയ. ആൻഡ് ഇത് നമ്മൾ ഒരു മാർക്കറ്റിൻ്റെ മിഡ് വേയിലേക്കാണ് കേട്ടോ വന്നു കയറിയത്. ആൻഡ് ദിസ് വാസ് എ ഫസ്റ്റ് ഗ്ലിംസസ് ഓഫ് മാർക്കറ്റ് ദാറ്റ് വി ഗോട്ട്. ഐ വാസ് ടോട്ടലി ഹാപ്പി. ഭയങ്കര ഒരു ഇൻസ്റ്റൻറ്റ് കിക്കായിരുന്നു. കാരണം ആളുകളൊക്കെ ഭയങ്കര അടിപൊളി വൈബിൽ, നല്ല മൂഡ്, ഭയങ്കര ഹാപ്പി, അങ്ങനത്തെ ഒരു വൈബായിരുന്നു ഫുള്ള്. അതിൻ്റെ ഇവിടുത്തെ വേസ്റ്റ് ബാസ്ക്കറ്റ് ഒക്കെ കണ്ടു, നല്ല ക്രിസ്മസ് ഡെക്കറൊക്കെ ചെയ്തിട്ട്. ആൻഡ് ഫുൾ ഓൺ ഒരു ക്രിസ്മസ് വൈബ് തന്നെ. അത് നമുക്ക് ഓട്ടോമാറ്റിക്കലി കിട്ടും, ലൈവ് മ്യൂസിക്കും ഒക്കെ ആയിട്ട്. പിന്നെ ഇടയ്ക്ക് മറ്റേ ഹിന്ദി പാട്ടൊക്കെ വന്നതുകൊണ്ട് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. ഞങ്ങളിത് വന്ന് കയറിയെടുത്തുനിന്ന് ഇതിൻ്റെ ഒരു എൻട്രൻസ് ലക്ഷ്യമാക്കി നടക്കുവാണ്. അതിൻ്റെ ഇടയിൽ കണ്ട കടകളിൽ നിന്നൊക്കെ നമ്മൾ കിട്ടിയതൊക്കെ വാങ്ങി കഴിക്കുന്നുണ്ട്. ഞങ്ങളൊരു വൈറ്റ് ചോക്ലേറ്റ് മാഷ്മെല്ലോ സ്ക്യൂറും പിന്നെ ഒരു മിൽക്ക് ചോക്ലേറ്റ് സ്ട്രോബെറി മാഷ്മെല്ലോ സ്ക്യൂറും വാങ്ങി. എനിക്ക് രണ്ടും ഇഷ്ടപ്പെട്ടു. ഓൾസോ ഇതൊരു ഒതൻറ്റിക് ജർമ്മൻ ക്രിസ്മസ് മാർക്കറ്റ് തന്നെയാണ് കേട്ടോ. ഇവർക്ക് സിറ്റി ഓഫ് ഫ്രാങ്ക്ഫർട്ടിൻ്റെ ഹെൽപ്പൊക്കെ ഉണ്ട്. ഓൾസോ ഇവിടെ ഉള്ള സ്റ്റോൾസ് മിക്കതും ഫ്രാങ്ക്ഫർട്ടിൽ നിന്ന് ആളുകൾ വന്നിട്ട് ഇവിടെ സ്റ്റോൾസ് എടുത്ത് ചെയ്യുന്നതും കൂടിയാണ്. സോ ഒബ്വിയസ്ലി റേറ്റും അത്യാവശ്യം നല്ല കൂടുതലാണ്. നമ്മൾ കമ്പയർ ചെയ്യുമ്പോഴത്തേനും എനിക്ക് മറ്റ് ക്രിസ്മസ് മാർക്കറ്റുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. ബട്ട് ദെൻ ഇവിടെയുള്ള മറ്റ് ഷോപ്സ് വെച്ച് നോക്കുമ്പോഴത്തേനും ദിസ് ഈസ് എക്സ്പെൻസീവ്. Have a great day. Thank you. Have a great day. പക്ഷേ ഈ ഒരു വൈബ് ഉണ്ടല്ലോ, അതൊരു ഒന്നൊന്നര വൈബ് തന്നെയായിരുന്നു. നമുക്ക് ഈ ആളുകളുടെ ഒരു ഹാപ്പിനെസ് അതിങ്ങനെ ഷെയർ ചെയ്ത് പോകുന്നതൊക്കെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഫീൽ ചെയ്യും.
ഇതിലിങ്ങനെ ഒരു കടകളൊക്കെ കണ്ടിറങ്ങി നടക്കുമ്പോഴത്തേനും ആൽബി എൻ്റെ അടുക്കെ പറയുമായിരുന്നു, പണ്ട് ക്രിസ്മസ് മാർക്കറ്റ് എന്ന് പറയുന്ന ഒരു ഐഡിയ അല്ലായിരുന്നു, ഒരു വിൻ്റർ മാർക്കറ്റ് ആയിരുന്നു. മോറോവർ വിൻ്റർ ആക്സസറീസ് ഒക്കെ വിൽക്കാനായിട്ട് ഒരു കൂട്ടം ആളുകൾ അവർക്ക് സെല് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ വിൽക്കാനായിട്ട് ഒരു സ്പേസിൽ വന്ന് ജോയിൻ ചെയ്യുന്നു. അതൊരു മാർക്കറ്റായിട്ട് ഫോം ചെയ്യുന്നു. അങ്ങനെയായിരുന്നു നമ്മുടെ നാട്ടിലെ മാർക്കറ്റ് കൾച്ചർ പോലെ തന്നെ ഉണ്ടാവുന്ന ഒരു സംഭവമായിരുന്നു. പിന്നീടാണ് അതിലേക്ക് ഇങ്ങനത്തെ ക്യൂട്ട് എലമെൻറ്റ്സ് ഒക്കെ ആഡ് ചെയ്യപ്പെടുകയും അതൊരു ക്രിസ്മസ് മാർക്കറ്റ് എന്ന് പറയുന്ന ഒരു തീമിലേക്ക് വരികയൊക്കെ ചെയ്യുന്നത്. ആൻഡ് ഓൾസോ ഞങ്ങൾ ഇവിടുന്ന് കുറേ അധികം ഫുഡ് ഐറ്റംസ് ട്രൈ ചെയ്തിരുന്നു. ഈ എൻട്രൻസിലേക്ക് പോകുന്നതിൻ്റെ ഇടയിലൂടെയാണ് ഈ ഒരു ട്രാം വേ പോകുന്നത്. എനിക്ക് ആ ട്രാം ആ സമയത്ത് വന്നതും ഞങ്ങളത് ക്രോസ് ചെയ്തൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ബർമിംഗമിലെ വിക്ടോറിയ സ്ക്വയറിലും ന്യൂ സ്ട്രീറ്റിലുമായിട്ടാണ് കേട്ടോ ഈ മാർക്കറ്റ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് ഇറക്കുന്നത്. ക്ലോസ് ടു ഒരു 90-100 സ്റ്റോൾസ് ഒക്കെ വരുന്നൊരു വലിയ മാർക്കറ്റ് തന്നെയാണിത്. എന്തായാലും അതായിരുന്നു ഫ്രാങ്ക്ഫർട്ട് ക്രിസ്മസ് മാർക്കറ്റിൻ്റെ എൻട്രൻസ്. ആൻഡ് എനിക്ക് ഈ ഒരു പോയിന്റ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതിൻ്റെ ഇടയിൽ കൂടെ ഈ സാന്റാക്ലോസും മാലാഖയൊക്കെ ഇങ്ങനെ കറങ്ങിയടിച്ച് വരുന്ന കാണാൻ നല്ല രസമുണ്ടായിരുന്നല്ലോ. സോ ഞങ്ങളും മാർക്കറ്റിൽ കൂടെ കറങ്ങിയടിച്ച് തേരാപ്പാര കുറേ നേരം നടന്നു. Conspire while we dream by the fire to face unafraid the plans that we made, walking in a winter wonderland. ഇതിനിടയിൽ ഞാനൊന്ന് കൂട്ടം തെറ്റിപ്പോയിട്ടോ. പക്ഷെ ഒരു നല്ല കൂട്ടം തെറ്റില്ലായിരുന്നു. കാരണം നല്ല രസമുള്ള കുറച്ചധികം സമയം ഞാനിങ്ങനെ ഒറ്റയ്ക്ക് ഈ മാർക്കറ്റിൽ കൂടെ സ്പെൻഡ് ചെയ്തു. ഓൾസോ ഈ ഒരു ജയൻറ്റ് ക്രിസ്മസ് ട്രീ ഇല്ലേ, അത് സിറ്റി ഓഫ് ഫ്രാങ്ക്ഫർട്ട് ബർമിംഗമിൽ കൊടുത്ത ക്രിസ്മസ് ട്രീ ആണ്. അവർ ഡൊണേറ്റ് ചെയ്തതാണ്. ആൻഡ് ഇത് ഈ ഒരു മാർക്കറ്റിൻ്റെ ഫേസ് ആണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇത് കണ്ടിട്ടാണ് നമ്മൾ ഓക്കെ ഇത് ബർമിംഗം ക്രിസ്മസ് മാർക്കറ്റ് ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാറ്. അങ്ങനെ മാർക്കറ്റൊക്കെ ചുറ്റി നടന്ന് കൊതി തീരെ കണ്ടതിന് ശേഷം നമ്മളിത് ഇനി വീട്ടിൽ പോകുമ്പോഴാണ്. ആ ബാക്കിൽ കാണുന്ന ബിൽഡിംഗ് ഇല്ലേ, അത് ബർമിംഗം മ്യൂസിയം ആൻഡ് ആർട്ട് ഗാലറിയാണ് കേട്ടോ. പുറത്തു നോക്കിയിട്ട് നല്ല രസമുള്ളൊരു ബിൽഡിംഗ് ആയിരുന്നു. എന്തായാലും നമ്മളിനി ഒരു റൗണ്ട് കൂടെ മാർക്കറ്റിൽ കൂടെ ചുറ്റിക്കറങ്ങും. കടകളിൽ കണ്ടുവച്ച സാധനങ്ങളൊക്കെ വാങ്ങണമല്ലോ. അപ്പോൾ അതെല്ലാം കൂടെ വാങ്ങി നമുക്ക് വീട്ടിൽ പോകാം. ആൻഡ് ദാറ്റ് വാസ് എ ബ്രില്യൻറ്റ് ഡേ. ഭയങ്കര രസമുള്ള കുറച്ചധികം മൊമെൻറ്റ്സ് ലൈഫിലേക്ക് കിട്ടി. ആൻഡ് ഫസ്റ്റ് എക്സ്പീരിയൻസ് വാസ് അമേസിങ്. ഇനി നമുക്ക് വീട്ടിൽ പോകാം. എങ്ങനെ ഈ കുറേ അധികം മെമ്മറീസുമായിട്ട് ലൈക്ക് ദിസ്. And this is when the